ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ചിക്കൂന് ഇന്ന് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ മാവിന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് മാവ് നമ്മൾ കൂട്ടി വെച്ച് നേരം വെളുക്കുമ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വന്നില്ലെങ്കിൽ നമുക്ക് ഒരു ദേഷ്യം ഇങ്ങോട്ട് വരാണ്ടില്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അപ്പസോഡ ഈസ്റ്റ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുന്ന സമയത്ത് രാവിലെ എടുത്ത് ഇളക്കുമ്പോൾ ഇങ്ങനെ നല്ല സ്പീഡിൽ അമർത്തി ഇളക്കരുത് കേട്ടോ. പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇന്നല്ല എന്നും എൻ്റെ ദോശമാവ് നന്നായിട്ട് പൊന്തി വരലുണ്ട്. സൂപ്പറായി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാട്ടോ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം എനിക്ക് നോൺ സ്റ്റിക്ക് വേഗം ചീത്തായിട്ട് അതിൻ്റെ ആ കറുത്ത കളർ ഇങ്ങനെ പറഞ്ഞ് പോന്നിട്ട് മനസ്സിക്കൊരു ഇസ്കാലാണ് കേട്ടോ ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെയാണ് ദോശ ചുട്ടെടുക്കൽ. ഇനി ദോശക്കല്ലുണ്ടല്ലോ ഇരുമ്പിൻ്റെ വാങ്ങിക്കാൻ. അപ്പോൾ ഇനി അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത് വാങ്ങുന്ന വരെ ഞാൻ ഈ ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുക്കുന്നു കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് എണ്ണ അടിയിൽ തടവി കൊടുത്താലും അത് ചുരുണ്ട് പോകണ ഒരു പ്രശ്നമില്ല. നമുക്ക് സൂപ്പറായിട്ട് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ദോശ ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കണം. നല്ല സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ പൊന്തി വന്നതുകൊണ്ട് തന്നെ ദോശ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൂന് ഇഡ്ഡലിയും ദോശയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് ഇന്ന് വല്ലാതെ എണ്ണ ഇതൊന്നും പറ്റാത്തതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് ദോശ മതിയാണ് കേട്ടോ. ദോശ അവർക്ക് മൂന്നാൾക്കും ഇഷ്ടമാണ് കേട്ടോ. അതിക്ക് ചട്നിയും സാമ്പാറും പിന്നെ മുളക് ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇക്കൂനും ചിക്കൂനും മുളക് ചട്നിയും തേങ്ങാ ചട്നി ഉണ്ടായാൽ മതി കേട്ടോ. അക്കൂന് സാമ്പാറും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുത്തു. ഇനി നമുക്ക് മുളക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തക്കാളിയും വെല്ലുള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് സാമ്പാർ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വല്ലാതെ വയന്ന് വരുമൊന്നും വേണ്ട. ചിലരിതിലേക്ക് നമ്മൾ പിന്നെ ഉഴുന്നൊക്കെ ഇട്ടിട്ട് വറവിടും. ഉഴുന്നിട്ട് വറവിട്ടാൽ പിന്നെ അത് വേഗം ചീത്തായി പോട്ടെ. പിന്നെ നമ്മൾ തേങ്ങാ ചട്നിക്കുള്ള ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കട്ടോ. അപ്പോൾ രാവിലെ ചട്നിയും ദോശയാണെങ്കിൽ വേഗം നമുക്ക് പണി വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അക്കു ചോദിക്കുന്നുണ്ട് സാമ്പാറില്ലേ മമ്മ എന്നിട്ടോ. അപ്പോൾ നമ്മൾ ചട്നിയിൽ തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ചട്നി ഇങ്ങനെ പിരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. തേങ്ങ പിരിഞ്ഞു പോകും. പിന്നെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ചട്നിയിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നിയും നമ്മൾ ദോശയും മുളക് ചട്നിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ദോശ നല്ല പഞ്ഞി പോലത്തെ ദോശ ഇട്ടപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.